ഈദമുക്കാണ് ശോഭാ സുരേന്ദ്രൻ പൊങ്കാലയിടുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ രണ്ടാമത്തെ പൊങ്കാലയാണ്, അവരുടെ രണ്ടാമത്തെ പൊങ്കാലയാണ്. ഇവിടെ ഏകദേശം പൊങ്കാല തിളച്ചു വരുന്നു എന്ന് തോന്നുന്നു. വളരെ വേഗം തിളച്ചു കഴിഞ്ഞോ? തിളച്ചു കഴിഞ്ഞു. അവസാനവട്ട പ്രസാദമായി കഴിഞ്ഞു. നേദിക്കാൻ കാത്തു നിൽക്കുകയാണ് അല്ലേ? വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. ഇവിടെ വന്നപ്പോൾ കുറേ കൂട്ടുകാരെ കിട്ടി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുറേ അമ്മമാര് എല്ലാവരും ഒരുമിച്ച് നിന്നു. ഞാൻ മനസ്സിനകത്തിപ്പോൾ ചിന്തിക്കുന്നത് സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യ മൗലീസ്ഫുരത് താരാനായക ശേഖരാം സ്മിതമുഖീമാബീനവക്ഷോരുഹം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതീം സൗമ്യാം രത്നഗടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായ ദാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസധ്യേമ പത്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭേദാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകല സുരനുദാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമവിലേപനാമളിക ചുംബി കസ്തൂരികാം സമന്തഹസിതേക്ഷണാം സശരജാപപാശാങ്കുശാമശേഷജനമോഹിനീമരുണമാല്യഭൂഷോജ്വലാം ജപാകുസുമഭാസുരാം ജപവിധൗ സ്മരേദംബികാം. നമ്മുടെ നാട്, ഞങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകൾ, നമ്മുടെ മുഴുവൻ സമാജവും ഐശ്വര്യത്തോടും സമൃദ്ധിയോടും കൂടിയിട്ട് ഇരിക്കണമെന്നും പൂർവമായിട്ടുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ പകർന്നു തന്നിട്ടുള്ള അറിവുകൾ അത്രയും വരും തലമുറയിലേക്കും സന്നിവേശിപ്പിക്കപ്പെടണമെന്നും ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകത്തിന് മുഴുവൻ സുഖമുണ്ടാകട്ടെ, വസുദൈവ കുടുംബകമെന്നുള്ള സങ്കല്പത്തോടു കൂടിയിട്ടാണ് ഈ അമ്മയുടെ മുന്നിൽ സമർപ്പണവുമായിട്ട് നിൽക്കുന്നത്. എല്ലാ ഭക്തർക്കും ഈ പൊങ്കാലയിടാത്ത ഓരോ സ്ത്രീകൾക്കും പ്രത്യേക പ്രാർത്ഥനയുണ്ടാകും. ഇത് കഴിഞ്ഞ വർഷം ആദ്യമായിട്ടാണോ അല്ലെ? ഇത് എന്നാണ് ആദ്യമായിട്ട്? ഞാൻ അശോകൻ സാറ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അദ്ദേഹത്തിന്റെ എല്ലാവരുടെയും വീടിന് മുന്നിൽ ഇതുപോലെയാണല്ലോ തിരുവനന്തപുരത്ത്, അങ്ങനെ ഒരു പൊങ്കാല സമർപ്പണം ഉണ്ടായി. അത് കഴിഞ്ഞ് ഇത്തവണ അമ്മയ്ക്ക് വയസ്സ് 93 അമ്മ ICUവിൽ ആയി. പിന്നീട് ഭഗവതി വീണ്ടും അമ്മയെ തിരിച്ചു തന്നു. കേരളത്തില് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കൂടി പ്രാർത്ഥിക്കുന്നത് നല്ല അരോഗ ദൃഢഗാത്രരായിട്ടുള്ള അടുത്ത തലമുറ, അവർ സന്തോഷത്തോടുകൂടി ഇന്ന് നമ്മൾ കാണുന്ന എന്താ പറയുക മയക്കുമരുന്നിന്റെ കരാളഹസ്തത്തിൽപ്പെട്ട ഈ കേരളത്തെ നല്ല ആരോഗ്യ ദൃഢഗാത്രരായിട്ടുള്ള നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൂടി ഹൃദയം സമർപ്പിച്ചുകൊണ്ട് ഈ കൈരളിക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പൊങ്കാല സമർപ്പണം ഞങ്ങൾ എല്ലാവരും നടത്തുകയാണ്. ഇത്തവണത്തെ പ്രാർത്ഥന അത് തന്നെയാണ്. ഈ ലഹരിക്കെതിരെയുള്ള ഒരു വലിയൊരു മൂവ്മെന്റ് സംസ്ഥാനം തുടങ്ങിയിട്ടുണ്ട്. എല്ലാ വിഭാഗങ്ങളും അതിന്റെ ഒരു ഭാഗം കൂടിയാണ് അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഇന്നലെ സാംസ്കാരിക ഭൂമികയായിട്ടുള്ള തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രത്തില് രാവിലെ 4 മണിക്ക് തൊഴുത് പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ഒരമ്മ എന്റെ അരികിലേക്ക് വന്നു. ആ അമ്മ എന്നെ വളരെയധികം ശ്രദ്ധിച്ചു. അപ്പൊ ഞാൻ കരുതി ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന എന്നോടുള്ള സ്നേഹവായ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യം നോക്കിയത്. പക്ഷേ അരമണിക്കൂറിലേറെ സമയം കഴിഞ്ഞിട്ടും അമ്മ എന്നെ വിട്ടുമാറി പോയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്തിരുന്നു. ഞാൻ ചോദിച്ചു എന്താണ് ഇത്ര, കാരണം ആളെ കാണാൻ നല്ല കൗതുകത്തോടു കൂടിയിട്ടാണ് ഇരിക്കുന്നത്, നല്ല എല്ലാം ഈശ്വരീയമായിട്ടുള്ള സാന്നിധ്യവും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു ദുഃഖം മനസ്സിനകത്ത് തളം കെട്ടി കിടക്കുന്നത് തോന്നുകയും ഞാൻ ചോദിച്ച സമയത്ത് അവർ വളരെ കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, എനിക്ക് ആകെ ഒരു മകനാണുള്ളത്, 29 വയസ്സ് കഴിഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഞാൻ പറയുകയാണ്, തൃശ്ശൂർ പേരൂരിലെ മുഴുവൻ പോലീസ് അധികാരികളുടെയും ശ്രദ്ധയിലേക്ക് ഞാൻ പറയുകയാണ്, ആ തേക്കിൻകാട് മൈതാനിയിൽ പുലർച്ചെ 2:30 മണി മുതൽ 3:30 മണി വരെ സമയത്തിനകത്ത് പെൺകുട്ടികളും ആൺകുട്ടികളും ലഹരി കഴിച്ചുകൊണ്ട് അവർ വിഹരിക്കുകയാണ് അവിടെ. അപ്പോൾ അധികാരികൾ ശ്രദ്ധിക്കണം. ആ അമ്മ പറയുകയാണ്, എനിക്ക് ആകെയുള്ള എൻ്റെ മകൻ ലഹരിക്ക് അടിമപ്പെട്ടു. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ 6 ദിവസവും 7 ദിവസവും ഒക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. എന്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനേക്കാൾ കൂടുതൽ ഇതിനു വേണ്ടിയിട്ട് കൂടി ശോഭ ശ്രദ്ധ ചെലുത്തണമെന്ന് പറഞ്ഞ ആ അമ്മയുടെ വേദന കൂടി, എല്ലാവരുടെയും ഇത്തരത്തിലുള്ള വേദനകൾ നമുക്ക് ഉൾക്കൊള്ളണം. നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരായിട്ട് പോരാട്ടം നടത്തണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഏറ്റവും പ്രസക്തമായ പൊങ്കാലത്തെ ഏറ്റവും പ്രസക്തമായ സന്ദേശം കൂടിയാണ് BJPയുടെ പ്രധാന നേതാവായ ശോഭാ സുരേന്ദ്രൻ നൽകുന്നത്. ഒരു ചെറിയ കാര്യം കൂടി, രാഷ്ട്രീയമില്ലെന്നറിയെങ്കിൽ പോലും വലിയ പദവികൾ താങ്കളെ തേടി വരുമെന്നും ഒക്കെ വലിയ ചർച്ചകളുണ്ട്. അത്തരം പ്രാർത്ഥനകൾ കൂടി ഈ ഘട്ടത്തിലുണ്ടോ? അല്ല, എപ്പോഴും ഇങ്ങനെയാണ് പ്രാർത്ഥന, എപ്പോഴും. അതായത് ഞാൻ ബാലഗോകുലത്തിലൂടെ കടന്നു വന്ന ഒരാളാണ്. അപ്പോൾ ബാലഗോകുലത്തിൽ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്
കരുണാമുരളീധാര മനസ്സി നിറയ്ക്കുക കണ്ണ ഗോകുലമണിയും മണിയും നീയേ ഗോപികാഹൃതി നിലവും നീയേ. ആ പ്രാർത്ഥനാ മന്ത്രത്തിന് ശേഷം പിന്നെ ചൊല്ലുന്നത് എല്ലാം കഴിഞ്ഞാൽ സർവമംഗളത്തിന് വേണ്ടി ചൊല്ലുന്നത് സർവേബി സുഖിനസന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കച്ചിത് ദുഃഖം ആപ്നുവേദ് എന്നുള്ള മംഗളശ്ലോകമാണ്. നിങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും ആരോഗ്യവും സുഖസമൃദ്ധിയും എല്ലാം ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥനാ മന്ത്രത്തോടൊപ്പം ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, റോഡിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ, ഏത് രീതിയിലും മുന്നോട്ട് പോകാൻ അതിനുള്ള കരുത്ത്, അതിനുള്ള ഈശ്വരീയമായിട്ടുള്ള ഒരു കരസ്പർശം അത് ഉണ്ടാകണം എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഏതർത്ഥത്തിലും നമുക്ക് കേരളത്തിൽ പ്രവർത്തിക്കണം, മുന്നോട്ട് പോകണം. ഈ പൊങ്കാല ദിവസം നഗരം മുഴുവൻ, തിരുവനന്തപുരം നഗരം മുഴുവൻ സ്ത്രീകളുടെ സാധ്യതയാണ് കൂടുതൽ. അവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് ദിവസം മുഴുവൻ, ഒരു നാട് മുഴുവൻ. പുരുഷന്മാർ ഒക്കെ അവർക്ക് സഹായത്തിന് വേണ്ടി നിൽക്കുന്നവർ മാത്രമാണ്. അങ്ങനെ മതിയോ? എല്ലായിടത്തും സ്ത്രീകൾ മുന്നിൽ വരേണ്ട ഒരു അവസരം കൂടിയല്ലേ അത്? അല്ല, തീർച്ചയായിട്ടും എല്ലാ മേഖലകളിലും അമ്മ തന്നെയാണ്, സ്ത്രീ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മളുടെ സമൂഹത്തിൽ ഈ ഉത്സവങ്ങളിലെല്ലാം നൽകുന്ന ഒരു അതിപ്രസക്തമായിട്ടുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത് മഹാദേവൻ, ആദി പരാശക്തിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മഹാദേവൻ. ആ മഹാദേവൻ ചണ്ഡികയെ സ്മരിക്കുന്നു, ചണ്ഡികയെ പ്രാർത്ഥനാ നിർഭരമായിട്ട് ചണ്ഡികയോടൊപ്പം വ്യവഹരിക്കുന്നു. സാക്ഷാൽ മഹാവിഷ്ണു ദേവീ സമേതനായിട്ട് നിൽക്കുന്നു. എവിടെയും അമ്മയാണ്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിനകത്തുള്ള ആഗ്രഹം ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ ആൺകുട്ടികൾക്കും അവർ രാഷ്ട്രീയം അത്ര വേണമോ എന്നുള്ള ചിന്തയിലാണ്. ഞാൻ അവരോട് പറയുന്നത്, രാഷ്ട്രം അമ്മയാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ ഹിതത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാ ആളുകളും കൂടുതൽ എന്താണ് രാഷ്ട്രീയക്കാർ ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറ്റുനോക്കിക്കൊണ്ട് അറിവും പ്രാപ്തിയും കഴിവുമുള്ളവർ രാഷ്ട്രീയം വേണ്ട എന്ന് ചിന്തിച്ചിരിക്കേണ്ടതിന് പകരം കൂടുതൽ സ്ത്രീകൾ ഈ പ്രസ്ഥാനത്ത്, എൻ്റെ പാർട്ടിയിലേക്ക് മാത്രമല്ല പൊതുസമൂഹത്തിലേക്കും നഭോമണ്ഡലത്തിലേക്കും അവരുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കടന്നു വരട്ടെ. നമ്മുടെ നാടിനെ നയിക്കാൻ അനേകം സ്ത്രീകൾക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അതിനെയാണ് നാട് നയിക്കാൻ അനേകം സ്ത്രീകൾക്ക് സാധിക്കട്ടെ, BJP നയിക്കാൻ ശോഭാ സുരേന്ദ്രനും സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു.